നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പോൾ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. 64 ലക്ഷത്തോളം ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട്. നിരവധി ആളുകൾ, എൻ്റെ കണക്കുകളിൽ എൻ്റെ 10,000 എന്നൊക്കെയാണ് മറ്റുമാണ് കണക്കുകൾ വരുന്നത്. നിരവധി ആളുകൾ കണക്റ്റ് വർക്ക് എന്നുള്ള പേരിൽ ചെറുപ്പക്കാർ 1,000 രൂപ കയ്യിലേക്ക് വാങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള 35 വയസ്സിനും 60 വയസ്സിനും മധ്യേ പ്രായമുള്ള സ്ത്രീകൾ, വീട്ടമ്മമാർ 1,000 രൂപ അവർ കൈവശം വാങ്ങുന്നുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഓണം വന്നപ്പോഴും നമ്മളുടെ വീട്ടിലേക്ക് ഭക്ഷ്യക്കിറ്റുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ഒരു ദുരിതമുണ്ടാകുമ്പോൾ, നമുക്കൊരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മുടെ കൈപിടിച്ച് കയറ്റുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി കൂടിയാണ്. നമുക്കറിയാം, തെരുവ് നായകൾക്ക് ആഹാരം കൊടുക്കണം. അതായത് കോവിഡ് വന്ന് നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലേക്ക് നമ്മൾ വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. കുരങ്ങുകൾക്ക്, ചാമക്കാവ്, ശാസ്താംകോട്ട തുടങ്ങിയ ഭാഗങ്ങളിൽ കുരങ്ങുകളുണ്ട്. ആ കുരങ്ങുകൾക്ക് ആഹാരം നൽകണം, തെരുവ് പട്ടികൾക്ക് ആഹാരം നൽകണം. അങ്ങനെ തുടങ്ങി വിശന്നിരിക്കുന്നവൻ്റെ കയ്യിലേക്ക് ആഹാരം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കി. ആ കോവിഡ് സമയത്ത് ഏറ്റവും അധികം ഒരു കരുതൽ എന്ന് നമുക്ക് തോന്നി അത് തന്നെയാണ്. ഒരു തെരുവ് നായയെ പോലും കരുതാനുള്ള ഒരു മനസ്സുണ്ടായത് ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കായിരിക്കും. ഭക്ഷ്യക്കിറ്റുകളിലൂടെ മനുഷ്യരുടെയും വിശപ്പകറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് കൂടാതെ ഓരോ ദുരിതത്തിലും നമ്മളോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ മറ്റുള്ള സഹാക്കന്മാർ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുകയുണ്ടായി. അത് പലർക്കും അരോചകമായി തോന്നി എന്നുള്ളതാണ് വസ്തുത. എന്നാൽ എന്തുകൊണ്ടാണ്, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക്, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം എത്തിക്കാനും അതോടൊപ്പം അതിദരിദ്ര നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മികച്ച ഒരു പദ്ധതി നടപ്പിലാക്കാനും നമ്മുടെ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകണം. അതായത് പട്ടിണി കിടന്നിട്ടുള്ള ഒരു പശ്ചാത്തലം, പഠിക്കാൻ പുസ്തകങ്ങൾ ലഭിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാകണം, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഭൂതകാലം അദ്ദേഹത്തിന് ഉണ്ടാവണം. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, തൻ്റെ കാലത്തും അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വ്യത്യാസപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങൾക്കിന്ന് കഴിക്കാൻ ആഹാരമുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കളുണ്ട്. അതേസമയം അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നിങ്ങൾ പഠിച്ചു, എവിടം വരെയാണ് പഠിപ്പിക്കാൻ കഴിയുക അവിടം വരെ പഠിപ്പിക്കുന്നു, വിട്ടിട്ട് പോവുക. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു മുൻഷി സാർ അദ്ദേഹത്തെ ഏറ്റവും അധികം സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം സ്കൂളിൽ പോകുന്ന സമയത്ത് അദ്ദേഹം പഠിപ്പ് നിർത്തിയ സമയത്താണ് ആ മുൻഷി സാറിൻ്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം നക്ഷത്രം ചോദിക്കുന്നു. നക്ഷത്രം ചോദിച്ചപ്പോൾ നക്ഷത്രം തെറ്റിപ്പോയോ എന്തോ അറിയില്ല. അങ്ങനെ ഒടുവിൽ പിണറായി സഖാവിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നു. അമ്മയോട് നക്ഷത്രം ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, അവൻ തോൽക്കുന്നത് എവിടെ വരെയാണോ അവിടെ വരെ അവനെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇവിടെ സാധാരണക്കാർക്കും പട്ടിണി പാവങ്ങൾക്കും വേണ്ടി ഒരു കരുതലെടുക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു കാലഘട്ടം മുഴുവൻ നടന്നു വന്ന വഴികളുടെ അദ്ദേഹം ചവിട്ടി നടന്ന കല്ലും മുള്ളും ഒക്കെ കൊണ്ടായിരിക്കും. ബീഡിപ്പണി എടുക്കേണ്ടി വന്നിട്ടുണ്ട്, നെയ്ത്ത് തൊഴിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അനുഭവങ്ങളാണ്. ഇന്നത്തെ പോലെ പല കുമ്പക്കുടി പോലെയുള്ള വലിയ തറവാട്ടിലൊന്നും ജനിച്ചു വീണ വലിയ കുടുംബത്തിൽ ജനിച്ചു വീണ ഒരു മനുഷ്യനായിരുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയുമോ എന്ന് നമ്മൾ ആരും ചിന്തിച്ചു പോകും. ഒരു കുട്ടി ചോദിച്ചു, അദ്ദേഹം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ പഠനകാലം, ഭൂതകാലം, അതെങ്ങനെയാണ് അങ്ങയെ സ്വാധീനിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഒരു കുട്ടി ചോദിക്കുന്നു. ആ കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പിണറായി വിജയൻ പറഞ്ഞ ആ മറുപടി ഒരു പക്ഷേ കേരളത്തിലിരിക്കുന്ന എല്ലാവരെയും, കേരളത്തിലെ ഓരോ ജനതയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് എന്ന് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം മുഖ്യമന്ത്രിയോടുള്ള ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ആ മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. അങ്ങയുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അതോടൊപ്പം അന്നത്തെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അങ്ങ് എങ്ങനെയാണ് മറികടന്നത്? ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്ന പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ
ചെറുപ്പകാലം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനമ്മമാരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാം നിങ്ങളുടെ പഠിത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യമെടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുകയായിരിക്കും അച്ഛനും അമ്മയും ഒക്കെ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതി. ഇരിക്കും ചോദിച്ചാലിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചുറ്റുപാടും അങ്ങനെ പഠനത്തെ പിന്താങ്ങാൻ പറ്റുന്ന അധികം ആളുകളില്ല. ആ പഴയ തലമുറ എന്ന് പറയുന്നതിൽ ആ തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണ ലഭിക്കുക എന്നുള്ളത് അന്ന് അത്ര പ്രായോഗികമല്ല. അതാണ് ഒരവസ്ഥ. പിന്നെ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റെതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പിറക്കുന്നത്. എൻ്റെ അച്ഛനൊരു ചെത്തുതൊഴിലാളിയാണ്. അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കാർഷിക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധാരണ ഒരു കുടുംബം ഒരു 5ാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ്. അപ്പോൾ വളരെ വിശദമായി പോണോ? പറയണം സാർ, കുട്ടികൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ട് എന്താ കാര്യം? ഇനി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കിട്ടും. ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും, അത് കെട്ടിക്കൊടുക്കും കുട്ടി മുന്നിൽ എടുത്തിട്ട്. അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു. ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ, പഠിക്കുന്നിടത്തും വരെ പഠിക്കണം, അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്നു. അയാളൊരു ബീഡിപ്പണിക്കാരനാണ്. ഇവനെ കൂട്ടണം എന്ന് പറഞ്ഞു. അവനൊന്നും കൂട്ടാനൊന്നും ആയിട്ടില്ല, അവനും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ പഠിക്കും. അപ്പം നാട്ടിലെ ഒരു പ്രധാനിയായിട്ടുള്ള മറ്റൊരു ബീഡി തൊഴിലാളിയുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായി വന്ന ഒരാളാണ് അയാൾ, രക്ഷിതാവിനെ പോലെ. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അവനൊന്നും ഇപ്പം ജോലിക്കൊന്നും പോകണ്ട, ജോലിയല്ല പണിയാണ്, പണിക്കൊന്നും പോകണ്ട, ഇവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UP സ്കൂളിലായപ്പോൾ അവിടെ എൻ്റെ ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. ഒരു മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക, വിദ്വാൻ വി ശങ്കരൻ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രം പറഞ്ഞു. ഇതായിരിക്കില്ല കേട്ടോ, എൻ്റെ അമ്മയോട് വരാൻ പറയണം. അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത് നിന്റെ നാട്ടിലൊരു വാർത്തയാണ്. അതൊരു സംഭവമായിട്ട് മാറി. അങ്ങനെ അവിടെ അമ്മ ചെന്നു. അപ്പോൾ ചോദിച്ചു, പ്രസവ സമയം ഏതായിരുന്നു എന്ന് ചോദിച്ചു. അന്നൊന്നും ഈ കൃത്യമായിട്ട് സമയം എഴുതി വെക്കുന്ന സമയമില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ്. അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ്. ഞാൻ എഴുതിത്തരാം ഇവൻ്റെ ജാതകം. എൻ്റെ ഒരു ജാതകം എഴുതി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് എന്നിട്ട് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കോ, അതേവരെ പഠിപ്പിക്കണം.
ആ വാക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. അപ്പോൾ അന്ന് UP സ്കൂളിൽ ESLC എക്സാമിനേഷൻ ഉണ്ട്. ആദ്യത്തെ പൊതുപരീക്ഷയാണ്. ആ ESLC എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ മറ്റ് പിന്തുണയൊന്നും ഈ പറഞ്ഞ ഒരു പിന്തുണയും ലഭിക്കാനില്ല കേട്ടോ. ഇതിനിടക്ക് നമ്മൾ സ്വന്തമായി പഠിച്ചു, അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പം ഇത്തരം വെല്ലുവിളികൾ നിലനിന്നു. കോളേജ് തുറന്നു പോകുന്നു. ഹൈസ്കൂളിൽ വെള്ളശ്ശേരി ഹൈസ്കൂളിൽ ചേരുന്നു. അവിടുന്ന് പിന്നെ SLC കഴിഞ്ഞതിന് ശേഷം 1 വർഷം ഒഴിവ് വരുന്നു. അതായത് ആ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭദ്രാവതിയിലുണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിരുന്നു. വെറുതെ പോയതാണ്. പക്ഷെ തിരിച്ചെത്തുമ്പോഴേക്ക് കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. പാസ്സായി എന്ന വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. 1 വർഷം പിന്നെ അപ്പോൾ അടുത്ത സ്ഥലത്ത് തന്നെ നെയ്ത്ത് പണിയുണ്ട്. അപ്പോൾ അവിടെ പോയി നെയ്ത്ത് പണിയെടുക്കും 1 വർഷം. അതൊരു ഗുണമായി. കുറച്ച് കാശ് അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നില വന്നു. അങ്ങനെയാണ് PUCക്ക് ചേരുന്നത്. അന്ന് PUC ആണ്, നിങ്ങളെ പ്രീ ഡിഗ്രി അല്ല, നേരത്തെ ഉണ്ടായ പ്രീ ഡിഗ്രി അല്ല. അപ്പോൾ PUCക്ക് ചേർന്നു. ആ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ നല്ല പൊതുധാരണകൾ വളർന്നു വരികയാണ്. വളരുന്നതോടൊപ്പം നമ്മുടെ പൊതുധാരണയും മാറുമല്ലോ. അങ്ങനെ എനിക്കും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. വിദ്യാർത്ഥി പ്രവർത്തകനായി മാറുന്നു. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും പ്രധാന പ്രവർത്തകരിൽ ഒരാളായിട്ട് ഞാനും മാറുന്നു. അതിൻ്റെ ഭാഗമായി ആ സംഘടനയുടെ, അന്ന് KSF ആണ് ഞാനുണ്ടായിരുന്ന സംഘടന, ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ. അതിനകത്ത് ഇത് വെക്കും. ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരുടെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിലക്കങ്ങ് എടുത്താൽ മതി. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി. അത് ഏറ്റവും പ്രധാനമാണ്. എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക. അതിൻ്റെ ഭാഗമായി പിന്നീട് പൊതുരംഗത്തേക്ക് കോളേജിൽ തന്നെ മാറുകയാണ്. കോളേജിൻ്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെയാണ് 25-ാമത്തെ വയസ്സിൽ MLA ആയി വരുന്നത്. പിന്നീട് പൊതുപ്രവർത്തനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതായിരുന്നു അദ്ദേഹത്തെ, നമ്മളോടെല്ലാം ഈ കരുതൽ കാണിക്കാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം. പലരും തള്ളിക്കളയുമ്പോഴും അല്ലെ കിറ്റ് കൊടുത്തു വോട്ട് മേടിച്ചു, കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ശ്രമിച്ചു, ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ. ഇവിടെ പലരും വന്നിട്ട് ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടും എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുമ്പോഴും അതേ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് വെച്ച്, വീട് കിട്ടി, ഒരു കിടപ്പാടം കിട്ടി, അടച്ചുറപ്പോടുകൂടി കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരു വലിയ ജനത, 5 ലക്ഷത്തിലധികം ജനത ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ പിന്നാലെ തന്നെയുണ്ട്.
നമുക്കറിയാം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ലഭിച്ച പണം അവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ തന്നില്ലെങ്കിലും വേണ്ടുമില്ല, കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും വേണ്ടുമില്ല, എൻ്റെ നാട്ടിലുള്ളവരെ ഞാൻ സഹായിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ ഒരു മുഖ്യമന്ത്രി. അതിനുവേണ്ടി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന വീടുകൾ, ഒരു ടൗൺഷിപ്പ്, വീടുകൾ എന്ന് മാത്രം പറയില്ല, ഒരു ടൗൺഷിപ്പ്, ഒരു ടൗണിന് എന്തൊക്കെയാണോ അവിടെ പ്രാഥമികമായി അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ്. നമുക്കറിയാം പ്രളയം ഇങ്ങനെ അടിച്ചു കയറി വന്നപ്പോൾ അദ്ദേഹം ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിനാണ് പേടിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങുക അല്ലേ എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. സ്കൂളുകളൊന്നും അടച്ചുപൂട്ടേണ്ടതില്ല എന്നും ആ സ്കൂളുകളിലെല്ലാം കുട്ടികൾ പഠിക്കട്ടെ എന്നും അവർക്ക് വേണ്ട ആഹാരം എന്താണെങ്കിലും അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് ഉറക്കെ പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ആർക്കും നിസ്സംശയം പറയാൻ കഴിയും. ഒരാൾക്കും അതിനകത്തൊരു സംശയത്തിൻ്റെ ഇടയില്ല. ഇതാണ് അതൊക്കെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടല്ലോ. അദ്ദേഹം നടന്നു വന്ന ആ വഴികൾ ഒരുക്കി കൊടുത്ത ഒരു സ്ഥൈര്യം, ഒരു ധൈര്യം, ഇതൊക്കെ തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ കേരളത്തിൽ 10 വർഷം ഇത്ര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം ഇവിടെ രാജിവെച്ചൊഴിഞ്ഞു പോയ ഒരു മുഖ്യമന്ത്രിയെ നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മുഴുവൻ എടുത്ത് കാറ്റിൽ പറത്തി മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ചിറങ്ങിപ്പോയി AK ആന്റണി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയായ ഭീരുവായ ഒരു മുഖ്യമന്ത്രിയെ നമുക്കറിയാം. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് 2 തവണയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM വല്ലാതെ പരാജയപ്പെട്ടു പോയത്, അല്ലെങ്കിൽ LDF വല്ലാതെ പരാജയപ്പെട്ടു പോയത്. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയമായിരുന്നില്ല അദ്ദേഹത്തിനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. ജനങ്ങൾ തന്നിലേക്ക് കൊണ്ടുവന്നെത്തിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി കൃത്യമായി നടത്തി കൊടുക്കണം എന്നുള്ള ആ ഒരു ബോധ്യവുമായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ മുന്നോട്ട് നയിച്ചതും ഇന്ന് നമ്മളുടെ മുന്നിൽ തലയെടുപ്പോടുകൂടി അദ്ദേഹം നിൽക്കാനുമുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പരാജയങ്ങളിൽ തോറ്റു പിന്മാറുന്നവനാകരുത് ഒരു മുഖ്യമന്ത്രി. തൻ്റെ ലക്ഷ്യത്തിലേക്ക് ആ മാർഗങ്ങളിലൂടെ തന്നെ, കൃത്യമായ മാർഗങ്ങളിലൂടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയും ജനങ്ങളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു ജനനായകനായിരിക്കണം യഥാർത്ഥ മുഖ്യമന്ത്രി എന്ന് കാണിച്ചു തരികയായിരുന്നു സത്യത്തിൽ പിണറായി വിജയനോട് നമ്മൾ മനസ്സിലാക്കിയത്. എത്രയെത്ര ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നു. നമുക്കറിയാം അദ്ദേഹം കൈ തൊട്ടതെല്ലാം ആരോപണങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷത്തിൻ്റെ ആ വെല്ലുവിളികളെയെല്ലാം വളരെ ചിരിച്ചുകൊണ്ട് നേരിട്ട ഒരു മുഖ്യമന്ത്രി. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്, ഏത് വിമർശനത്തിന് മുഖത്ത് നോക്കിയിട്ടും ചിരിക്കാനുള്ള ആ ചങ്കുറപ്പുണ്ടല്ലോ, അത് കിട്ടിയത് ഒരുപക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.